സ്പേസ് എക്സ് ഫാൽക്കൺ 9 റോക്കറ്റിന്റെ ഭാഗം ഇടിച്ചിറങ്ങിയതിനെ തുടർന്ന് ചന്ദ്രോപരിതലത്തിൽ വൻ ഗർത്തം രൂപപ്പെട്ടതായി സ്ഥിരീകരിച്ച് US ബഹിരാകാശ ഏജൻസിയായ നാസ. ബഹിരാകാശത്ത് നിയന്ത്രണം നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് സ്പേസ് എക്സ് ഫാൽക്കൺ 9 റോക്കറ്റിന്റെ ഭാഗം ചന്ദ്രന്റെ ഉപരിതലത്തിൽ ശക്തമായി ഇടിച്ചിറങ്ങിയത്. ഇടിച്ചിറങ്ങിയതിന്റെ ആഘാതത്തിൽ ചന്ദ്രനിൽ വൻ ഗർത്തം രൂപപ്പെട്ടതായാണ് റിപ്പോർട്ട്. ചന്ദ്രനിൽ ഏകദേശം 60 അടി വീതിയും 12 അടി ആഴവുമുള്ള ഗർത്തമാണ് അപകടത്തെ തുടർന്ന് ഉണ്ടായിരിക്കുന്നത്. സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റിന്റെ 4 ടൺ ഭാരമുള്ള ഭാഗം മണിക്കൂറിൽ 8690 കിലോമീറ്റർ വേഗതയിലാണ് ചന്ദ്രനിൽ പതിച്ചത്. ഇടിച്ചിറങ്ങിയതിന്റെ തൊട്ടുമുമ്പും ശേഷവുമുള്ള നിർണായകമായ ദൃശ്യങ്ങൾ ദക്ഷിണ കൊറിയയുടെ ആദ്യ ചാന്ദ്രദൗത്യ പേടകമായ ദാനൂരിയുടെ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ബഹിരാകാശ ഗവേഷണ രംഗത്ത് വലിയ നേട്ടമായാണ് ശാസ്ത്രലോകം ഇതിനെ വിലയിരുത്തുന്നത്. 2025 ജനുവരി 15-നാണ് സ്പേസ് എക്സിന്റെ ഫാൽക്കൺ 9 റോക്കറ്റ് US കമ്പനിയായ ഫയർഫ്ലൈ എയറോസ്പേസിന്റെ ബ്ലൂ ഗോസ്റ്റ്, ജാപ്പനീസ് കമ്പനിയായ ഐസ്പേസിന്റെ റെസിലിയൻസ് എന്നീ ലൂണാർ ലാൻഡറുകളുമായി വിക്ഷേപിച്ചത്. ദൗത്യം പൂർത്തിയായതോടെ ആവശ്യത്തിന് ഇന്ധനമില്ലാതെ വന്ന റോക്കറ്റ് ഭാഗം ഭൗമാന്തരീക്ഷത്തിനും ചന്ദ്രനുമിടയിൽ ലക്ഷ്യമില്ലാതെ കറങ്ങി നടക്കുകയായിരുന്നു. ഒടുവിൽ സൂര്യന്റെയും മറ്റ് ഗ്രഹങ്ങളുടെയും ഗുരുത്വാകർഷണ ബലത്തിൽപ്പെട്ട് ഇത് ചന്ദ്രന്റെ ആകർഷണ വലയത്തിലേക്ക് വലിച്ചെടുക്കപ്പെട്ടു. ചന്ദ്രോപരിതലത്തിൽ നിന്ന് 340 മുതൽ 350 വരെ കിലോമീറ്റർ ഉയരത്തിൽ സഞ്ചരിക്കുകയായിരുന്ന ദാനൂരി പേടകം റോക്കറ്റ് ഭാഗം ഇടിച്ചിറങ്ങുന്നതിന് 33 മിനിറ്റ് മുമ്പ് ആദ്യ ചിത്രമെടുത്തു. തുടർന്ന് കൂട്ടിയിടിക്ക് ശേഷമുള്ള 7 ചിത്രങ്ങൾ കൂടി പേടകം പകർത്തി. അതിവേഗത്തിൽ ലക്ഷ്യസ്ഥാനത്തേക്ക് കൃത്യമായി ക്യാമറ കേന്ദ്രീകരിച്ച് ചിത്രങ്ങൾ പകർത്തുന്നത് തികച്ചും സങ്കീർണമായിരുന്നുവെന്ന് ദക്ഷിണ കൊറിയൻ എയറോസ്പേസ് അഡ്മിനിസ്ട്രേഷൻ വ്യക്തമാക്കി. ഉൽക്കാപതനങ്ങൾ മൂലം ചന്ദ്രനിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് ശാസ്ത്രജ്ഞർ സാധാരണയായി പഠിക്കാറുള്ളത്. എന്നാൽ കൃത്യമായ ഭാരവും വേഗതയുമുള്ള ഒരു കൃത്രിമ വസ്തു ചന്ദ്രനിൽ ഇടിക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നേരിട്ട് നിരീക്ഷിക്കാൻ ശാസ്ത്രലോകത്തിന് ലഭിച്ച അപൂർവ അവസരമാണിത്. നാസയുടെ ലൂണാർ റീകണസൻസ് ഓർബിറ്ററിനെ ആ സമയത്ത് നിരീക്ഷിക്കാൻ സാധിക്കാതിരുന്ന ഭാഗത്തിന്റെ വ്യക്തമായ ചിത്രങ്ങൾ പകർത്തിയ ദാനൂരി പേടകത്തെയും ദക്ഷിണ കൊറിയൻ ശാസ്ത്രജ്ഞരെയും ലോകമെമ്പാടുമുള്ള ബഹിരാകാശ ഏജൻസികൾ അഭിനന്ദിച്ചു.